കോഴിക്കോട്ടേക്ക് പോയാൽ കോഴിക്കോട് ഇരവഞ്ഞിപ്പുഴയിൽ കാണാതായ ടൂറിസ്റ്റ് ഗൈഡിനായുള്ള തെരച്ചിലിനിടെ മലവെള്ളപ്പാച്ചിൽ ഫയർഫോഴ്സ് സംഘം സാഹസികമായി രക്ഷപ്പെട്ടു. ടൂറിസ്റ്റ് ഗൈഡ് മലപ്പുറം സ്വദേശി ഷിബിലിയാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇന്നലെ വൈകിട്ടായിരുന്നു ഒഴുക്കിൽപ്പെട്ട വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തുന്നതിനിടെ ഷിബിലിയെ കാണാതായത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിജിത്ത്, ആശങ്കപ്പെടുത്തുന്നതാണ് ഓരോ നിമിഷവും എന്നുള്ളതാണ്. ഇതിപ്പോൾ തെരച്ചിൽ നടക്കുമ്പോഴാണ് ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അവർ രക്ഷപ്പെട്ടു എന്നുള്ളതൊരു ആശ്വാസമുള്ള കാര്യമാണ്. പക്ഷേ അപ്പോഴും അതീവ ജാഗ്രത വേണം, അല്ലേ? തീർച്ചയായും ശ്രുതി, ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. വനത്തിൽ ഇപ്പോഴും ശക്തമായ മഴ പെയ്യുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെയാണ് ഈ ഷിബിലിക്കായുള്ള തെരച്ചിൽ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം പുനരാരംഭിക്കുന്നത്. ഇന്നലെ രാത്രി ഏറെ വൈകിയും ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയിരുന്നു, പക്ഷേ കണ്ടെത്താനായി കഴിഞ്ഞിരുന്നില്ല. പിന്നാലെയാണ് ഇന്ന് രാവിലെ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം എത്തി തിരച്ചിൽ നടത്തുന്നതും അതിനിടയിൽ ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നതും സാഹസികമായി തന്നെ സ്കൂബ ടീം രക്ഷപ്പെടുകയായിരുന്നു. അവർ മറുഭാഗത്ത്, അതായത് ഈ പുഴയുടെ മറുഭാഗത്ത് ഒരു പാറക്കെട്ടിനകത്ത് കയറി നിൽക്കുകയായിരുന്നു. പിന്നീട് റോപ്പ് ഉപയോഗിച്ചാണ് അവർ മറുഭാഗത്തേക്ക് എത്തുകയും ചെയ്തത്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി സ്കൂബ ടീമുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അല്പം ദുഷ്കരമാണ് ഈ രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ്. ശക്തമായി തന്നെ ഈ മലവെള്ളപ്പാച്ചിലുണ്ട്. അതിനാൽ തന്നെ എത്രത്തോളം ഈ രക്ഷാപ്രവർത്തനവുമായി നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതും അറിയില്ല. ഇന്നലെ വൈകിട്ടായിരുന്നു ഇരുവഞ്ഞിപ്പുഴയിലെ പതങ്കയം ഭാഗത്ത് ഈ ഒരു അപകടമുണ്ടാകുന്നത്. ഒരു 11-അംഗ സംഘം ബംഗളൂരുവിൽ നിന്ന് എത്തിയതാണ്. അവരിങ്ങനെ ഇരുവഞ്ഞിപ്പുഴയിലേക്ക് ഇറങ്ങുന്നു. അതിനിടയിൽ ഈ മലവെള്ളപ്പാച്ചിലുണ്ടായി. അതിൽ 2 പേർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഈ ഒഴുക്കിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ടൂറിസ്റ്റ് ഗൈഡ് കൂടിയായ ഷിബിൽ ഈ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നത്. ഈ ഒഴുക്കിൽപ്പെട്ട 2 പേരെ നാട്ടുകാരൊക്കെ ചേർന്ന് രക്ഷപ്പെടുത്തി. പക്ഷേ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയ ഷിബിലി ഈ ഒഴുക്കിൽപ്പെട്ട് ദൂരേക്ക് പോവുകയായിരുന്നു. പിന്നാലെയാണ് ഫയർഫോഴ്സ് എത്തുന്നതും രക്ഷാപ്രവർത്തനം തുടങ്ങുകയും ചെയ്തത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ അല്പം ദുഷ്കരമാണ്. പക്ഷേ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം ഈ തിരച്ചിലുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഷിബിലയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്, ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിനിടയിലാണ് ഇപ്പോൾ രക്ഷിക്കാൻ ഇറങ്ങിയ സംഘം ആ സമയത്ത് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നതും എന്തായാലും രക്ഷപ്പെട്ടു ആ സംഘം എന്നുള്ളതൊരു ആശ്വാസമാണ്. ചില ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നുള്ളത് കൂടിയാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.